വീർ സവർക്കർ ചോദ്യപേപ്പർ വിഷയത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് വസ്തുത പറഞ്ഞതിന് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്? ആരെ പ്രീണിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ആരെ ബോധ്യപ്പെടുത്താനാണ്? ഇപ്പോൾ കോടതിയും ചോദിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി ഇത്തരമൊരു നടപടി സ്വീകരിച്ചു എന്നത് സർക്കാർ അറിയിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ഇക്കാര്യത്തിൽ പൊതുവായി വരുന്ന ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പൊതു യാഥാർത്ഥ്യം അത് ചോദ്യമായി നൽകിയതിന്റെ പേരിൽ എന്തിനാണ് അധ്യാപകനെതിരെ സസ്പെൻഷൻ നടപടി എടുത്തത്, എന്തിനാണ് അധ്യാപകനെ ഈ വിധം ക്രൂശിക്കുന്നത് എന്നത് തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും അധികം കാലം ജയിൽവാസം അനുഭവിച്ചത് വീർ സവർക്കറാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തിന് വേണ്ടി ഏറ്റവും അധികം ത്യാഗങ്ങൾ സഹിച്ച സ്വാതന്ത്ര്യ സമര പോരാളികളിൽ മുന്നണി പോരാളിയാണ് വീർ സവർക്കർ. അങ്ങനെയുള്ള വീർ സവർക്കർ അദ്ദേഹത്തിന്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ എന്തിനാണ് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനമായും വരുന്നത്. കാരണം ഒരു ചോദ്യം, അതിന് ഒരേ ഒരു ഉത്തരം മാത്രമുള്ളപ്പോൾ ആ ചോദ്യം ചോദിച്ചതിനെ ആളെ എന്തിന്, ആ അധ്യാപകനെതിരെ എന്തിന് നടപടികൾ സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിനോട് അടക്കം വിശദീകരണം പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി സർക്കാർ നൽകുകയും ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് നടപടിയെടുത്തു, എന്തടിസ്ഥാനത്തിലാണ്, അങ്ങനെയല്ല എന്ന് പറയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ എന്ത് എന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീർ സവർക്കർ ഏറ്റവും അധികം ജയിൽവാസം അനുഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തെളിവുകൾ, രേഖകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കൈവശമുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ചോദ്യ പേപ്പറുകളിലും മറ്റു സംസ്ഥാനങ്ങളിലടക്കം പല ചോദ്യ പേപ്പറുകളിലും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. എന്നാൽ ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിലുള്ള ഈ നടപടിയെയാണ് പ്രധാനമായും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ചോദ്യം തെറ്റാണെങ്കിൽ തന്നെ സസ്പെൻഷൻ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചിട്ടുണ്ട്. സസ്പെൻഷനുള്ള വ്യക്തമായ കാരണം സർക്കാർ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. വീർ സർക്കാരുമായി ബന്ധപ്പെട്ട ചോദ്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അധ്യാപകൻ ഹർജി നൽകിയത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയും എന്ന കാര്യം ചോദിക്കുന്നത്. ഇതിനെല്ലാം തന്നെ സർക്കാർ മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്.